ബഹുമാനപ്പെട്ട എന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഞങ്ങള് അങ്ങയുടെ കൊല്ലത്തെ അണ്ടി ഓഫീസിലല്ല ജോലി ചെയ്യുന്നത്. ഒരു മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ എന്നെ വന്ന് കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞത് അരമണിക്കൂറിനകം നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുമെന്നാണ്. അപ്പോൾ ഞാനും ഈ മാർച്ചിലുടനീളം നടന്നു വരുമ്പോൾ ഈ നിമിഷം വരെയും എൻ്റെ ഗൂഗിൾ പേ നമ്പറിൽ ഞാനിങ്ങനെ അടിച്ചു നോക്കുകയാണ് ശമ്പളം വന്നോ. ഒരാഴ്ചയിൽ കൂടുതലായി ഈ ഗൂഗിൾ പേ നമ്പറിൽ അതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ 0 കാണിക്കുന്നത്. പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് തന്നെ അയച്ചു തരാം. ഇങ്ങനെ കോഴിക്ക് മുല വരും പോലെ KSRTC ജീവനക്കാരന് ശമ്പളം നൽകുന്ന കാര്യം അങ്ങ് BBC വരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTC തൊഴിലാളിയെ ഇത്ര കണ്ട് അവഹേളിക്കരുതെന്നാണ് ഞങ്ങൾക്ക് വളരെ ബഹുമാനത്തോടുകൂടിയും വിനയത്തോടുകൂടിയും കേരള ഗതാഗത മന്ത്രിയോട് പറയുവാനുള്ളത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് പിൻവാതിൽ നിയമനം കിട്ടി വന്നവരല്ല. ഇന്ന് മറ്റ് സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പഠിച്ച് പരീക്ഷ എഴുതി വന്ന, അങ്ങനെ പരീക്ഷ എഴുതി എല്ലാ അർഹതയുമുള്ള ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ അർഹതപ്പെട്ടവരായി വന്ന ഞങ്ങൾക്ക് ഞങ്ങളെ ജോലി ചെയ്ത കൂലി അതുപോലും ഇങ്ങനെ പൊതുസമൂഹത്തിൽ കളിയാക്കുന്ന രീതിയിൽ തരിക എന്നത് ലജ്ജാകരമാണ്. അദ്ദേഹം പറയുന്നത് ഇത് ശമ്പളം ലഭിക്കുമെന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു ഉഡായിപ്പ് സമരമെന്നാണ്. ഞങ്ങള് ശമ്പളം നൽകുമെന്നറിഞ്ഞുകൊണ്ട് ഉഡായിപ്പ് സമരം ഞങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇന്ന് വരെ കൊടി പിടിക്കാതെ KSRTCയിൽ ശമ്പളം നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇന്ന് KSRTCയുടെ തൊഴിലാളിക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് KST എംപ്ലോയീസ് എന്ന സംഘടനയിലെ ഓരോ പ്രവർത്തകരെയും കാണുമ്പോൾ KSRTCയുടെ ഓരോ തൊഴിലാളിയും ആത്മവിശ്വാസത്തോടെ ചോദിക്കും, ചേട്ടാ എന്ന് ശമ്പളം കിട്ടും. സർക്കാർ ജീവനക്കാർക്കും ഉത്സവത്തെയും അഡ്വാൻസും ഓണം പ്രമാണിച്ച് നൽകുമ്പോൾ KSRTC ജീവനക്കാർക്ക് യാതൊരു ആ പണം നൽകുന്നതിനെ കുറിച്ച് യാതൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ചില മാധ്യമ പ്രവർത്തകർ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് ധനവകുപ്പ് പണം അനുവദിക്കുന്നില്ല എന്നാണ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഞങ്ങള് അങ്ങയുടെ കൊല്ലത്തെ അണ്ടി ഓഫീസിലല്ല ജോലി ചെയ്യുന്നത്. ഞങ്ങൾ വ്യവസ്ഥാപിതമായി ഒരു ഭരണ സംവിധാനത്തിൽ പഠിച്ച് പരീക്ഷ എഴുതി വന്ന സർക്കാർ ഉദ്യോഗസ്ഥര് തുല്യമായിട്ടുള്ളവരാണ്. ഞങ്ങൾക്ക് 5000 കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ഓണ അലവൻസും അഡ്വാൻസിനും വേണ്ടി പണം നീക്കിവെക്കുമ്പോൾ, KSRTC ജീവനക്കാരന്റെ പണം നീക്കിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് അനുമതി നൽകില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം. ഞങ്ങൾ ചെയ്തതിന് ശേഷം വിളിച്ചു പറയുന്നതല്ല. ഇന്ന് കേരളത്തില് ഈ നാളിതുവരെ നടന്നിട്ടുള്ള പ്രതിസന്ധികൾ നമുക്ക് എണ്ണി പറഞ്ഞാൽ, ഓഖി ആയാലും ശരി, കോവിഡ് ആയാലും ശരി, പ്രളയമായാലും ശരി, ഏറ്റവും അവസാനം നമ്മുടെ ചൂരൽമലയിൽ, വയനാട് ചൂരൽമലയിൽ വലിയൊരു ദുരന്തം നടന്നു. ആ ദുരന്തത്തിന് ശേഷം അവിടെ അവശേഷിച്ച പിഞ്ചു കുഞ്ഞുങ്ങളെ അവരെ വിദ്യാലയത്തിലെത്തിക്കുന്നതിന്റെ കടമ നിർവഹിച്ചത് KSRTC തൊഴിലാളികളാണ്. ആ KSRTC ഇന്ന് പൊതുസമൂഹത്തിന്റെ പരിച്ഛേദമായി നിലനിൽക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്നവരുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്.